السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് നമ്മളിപ്പോൾ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 2ാമത്തെ പത്തിലാണുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 12ാമത്തെ നോയമ്പാണ്. നോമ്പ് 10 നോമ്പങ്ങ് കഴിഞ്ഞ്. 10 നോമ്പെന്ന് വെച്ചാൽ അള്ളാഹു പൊന്നമ്പളി കാണിച്ച് റമളാൻ മാസത്തിലെ പൊന്നമ്പളി കണ്ടതിന് ശേഷം ആ ദിവസം മുതൽ ഇന്നലെക്ക് മുമ്പായി വരെ 10 ദിവസം ആ 10 മാണിക്യമുത്തുകൾ പൊഴിഞ്ഞു പോയി. ഇനി ആകെ 20 മാണിക്യമുത്തുകളാണുള്ളത്. അതിൽ രണ്ടാമത്തതും തുടങ്ങി. പെട്ടെന്ന് പോകും, നമ്മൾ അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ 12 മാസത്തിൽ വലിയ അനുഗ്രഹം തന്നതാണ് ഈ മാസം. കാരണം 11 മാസവും തിന്നും കുടിച്ച് ഹറാമും വേണ്ടാത്ത കാര്യങ്ങളും, ഹറാമിന്റെ നോട്ട, ഹറാമിന്റെ പോക്ക്, ഹറാമിന്റെ കണ്ണുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയം കൊണ്ട് വരെ ഹറാമ ചിന്തിച്ച്, ഹറാമ കൊണ്ട് ഹറാമുള്ള സ്ഥലത്തൊക്കെ നടന്ന, ഹറാമിന്റെ ഭക്ഷണം കഴിച്ച്, ഹറാമുകൾ ഒരുപാട് കണ്ണുകൊണ്ട് കണ്ട്, വായു കൊണ്ട് ഒരുപാട്, ഞങ്ങൾ നാവ് കൊണ്ട് ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെല്ലാം കറുത്ത് കരിക്കട്ടയായിരിക്കുകയാണ്. അപ്പോഴിത് അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഒരു മാസം അള്ളാഹു തന്നിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അതെല്ലാം പൊറുപ്പിക്കണം. അതെല്ലാം, ആ പാവങ്ങളെല്ലാം ഹൃദയം കറുത്ത് കരിക്കട്ടയാക്കിയിരിക്കുന്നത് കഴുകിക്കളയണം, ഉറപ്പിക്കണം. അതായത് ആ കരിക്കട്ട മാറിക്കൊണ്ട് വെളുത്ത് നമ്മുടെ ഹൃദയം ശുദ്ധമായി ഇനി നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത വിധം ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് നമ്മളായി തന്നെ ജീവിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ പാതയിലേക്ക് ഓരോരുത്തരും നീങ്ങേണ്ടതാണ്. നമ്മൾ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു. അത് കാരുണ്യത്തിന്റെ 10ആയിരുന്നു. അള്ളാഹു അതിൽ കരുണ ചെയ്തിട്ടുണ്ടോ? ആ 10 ദിവസം കാരുണ്യം ചെയ്തിട്ടുണ്ടോ? കരുണയുടെ നോട്ടം വരെ നോക്കിയാൽ മതി. കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ ഒരു നോട്ടം അള്ളാഹുവിൽ നമുക്ക് കിട്ടിയാൽ ഏതൊരു മനുഷ്യനും വിജയിച്ചു പോയി. കാരണം ആ റഹ്മത്തിന്റെ 10ലുള്ള ഒരു നോട്ടം എങ്ങാനും റബ്ബ് നമ്മളെ സന്തോഷത്തോടു കൂടി നോക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടു, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു, നമ്മുടെ വീട്, നാട്, കച്ചവടം എല്ലാത്തിലും വ്യത്യാസം വന്ന്. കാരണം ആ വ്യത്യാസം അതിന്റെ നമ്മൾക്കത് ഭരിച്ചിട്ടുണ്ടോ? അത് നമുക്ക് അല്ലാഹു തആല ആ 10 റഹ്മത്തിന്റെ 10, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, റബ്ബേ നിന്റെ കരുണ ചൊരിയുന്ന 10ആണ്. നീ കരുണയും നിന്റെ റഹ്മത്ത് നീ ഇറക്കുന്നതാണ്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങളും വരും. കാരണം നമ്മൾ ഇതുവരെയും ഇത്രയും അള്ളാഹുവിനോട് അടുത്തിട്ടില്ല. കാരണം കൂടുതലായി നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നു, ഇസ്തിഗ്ഫാർ കൂടുതലായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉറക്കമൊഴിഞ്ഞ് തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ആ സമയത്തുള്ള ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ചൊല്ലുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്, വളരെ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ആ വ്യത്യാസം കാണണം. ആ വ്യത്യാസങ്ങൾ തുടങ്ങാന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് അമല് ചെയ്യണം. അമല് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലഅല്ലക്കും തുർഹമൂൻ. ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ആര് പറയുന്നുണ്ടോ അവൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയെന്നാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി, റഹ്മത്ത് കിട്ടി, അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം നോക്കി, കരുണ കിട്ടി, കാരുണ്യം കിട്ടി എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെന്താണ്? അസ്തഗ്ഫിറുല്ലാഹുൽ അളീം എന്നുള്ളത്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നങ്ങനെ നമ്മൾ എപ്പോഴാ ചൊല്ലേണ്ടത്? തഹജ്ജുദിന്റെ നേരത്ത്, സുബഹിക്ക് ഏതാണ്ട് മുമ്പ് നേരത്ത്. അള്ളാഹു ദുആ ഇഷ്ടപ്പെടുന്ന, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന, ദുആയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്. ഏതൊരു സ്ത്രീയും അള്ളാഹുവിനോട് രണ്ട് കൈയും ഉയർത്തി കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും നാളെ ആഖിറത്തിൽ നമുക്ക് വൻ വിജയം തരുന്നതാണ്. നമ്മളെ ഈമാനോട് മരിപ്പിക്കുന്ന, നമ്മളെ മക്കളെ സാലിഹായ മക്കളാക്കി തരുന്ന, നമ്മളെ ദുനിയാവിൽ യാതൊരു വിഷമവും അള്ളാഹു തരത്തില്ല. എല്ലാത്തിലും, എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവും. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതാണ്. നമ്മൾ തട്ടിയാലും മുട്ടിയാലും വീണാലും ഒന്നും നമുക്ക് സംഭവിക്കില്ല. അവിടെ എല്ലാം അള്ളാഹുവിന്റെ കാവലുണ്ട്. അതുപോലെ നമ്മളെ മക്കൾ അവിടെ പോട്ടെ, നമ്മളേത് വാഹനത്തിൽ പോട്ടെ, അവിടെയൊക്കെ അള്ളാഹുവിന്റെ നമുക്ക് തിരുനോട്ടമുണ്ട്. അവിടെയൊക്കെ ഒരു ആക്സിഡന്റ്, അപകടം ഉണ്ടാകത്തില്ല. അതാണ് അള്ളാഹുവിന്റെ തിരുനോട്ടം എന്ന് പറയുന്നത്, അള്ളാഹു ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, കാരുണ്യം കിട്ടത്തുള്ളൂ. അതാണ് നമുക്ക് ഈ കടന്നുപോയ പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 ദിവസവും അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുവേ ആ നിന്റെ കരുണയും നിന്റെ റഹ്മത്തും ഞങ്ങൾക്ക് ഇറക്കി തരണേ അല്ലാ. നമ്മുടെ വീട്ടിൽ ബറക്കത്ത്, കച്ചവടമുള്ളവർക്ക് കച്ചവടത്തിൽ ബറക്കത്ത്, ഗൾഫിൽ പോയ ജോലി ചെയ്യുന്നവർക്ക് അവിടെ സന്തോഷം, അവര് നല്ല വാർത്ത അറിയിക്കുന്നത് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹുവേ നമുക്ക് റഹ്മത്തിന്റെ 10 കിട്ടി. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു നമ്മളെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ നമ്മളെ ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടുകൂടി നമുക്ക് മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴത്തെ 10 നോയമ്പിന്റെയും ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾക്ക് തരണേ അള്ളാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അള്ളാഹ്. കരുണയുടെ നോട്ടം, കാരണത്തിന്റെ നോട്ടം, അള്ളാഹുവേ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ച റബ്ബേ നീ തട്ടിക്കളയല്ലേ, തള്ളിക്കളയല്ലേ, വലിച്ചെറിയല്ലേ അള്ളാഹ്. ഞങ്ങൾ വിശന്നതിൽ വരുന്നത് മാത്രമാക്കല്ലേ അള്ളാഹ്. വലിയ ഇബാദത്താക്കി ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അള്ളാഹ്. ദുനിയാവെ നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് വിജയിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനിയുള്ള 20 ദിവസവും നല്ലപോലെ നോമ്പ് പിടിക്കാനും, അതിൽ ഈബത്ത്, നമീമത്ത്, ഏഷണി, കള്ളം, കളവ്, അതുപോലെ മറ്റുള്ളവരുടെ ഒരു വർത്തമാനം ഞങ്ങൾക്ക് പറയാൻ ഇടയാക്കല്ലേ അള്ളാഹ്. ശുദ്ധീകരിച്ച നോമ്പാക്കണേ അള്ളാഹ്. അതിന് തൗഫീക്ക് ചെയ്യണേ അള്ളാഹ്. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം അതിനുള്ള തൗഫീക്ക് കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി മരിപ്പിക്കണേ അള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തോട്, കലിമ ഷഹാദത്തോട് കൂടി അള്ളാഹുവെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി നാളെ ആഖിറം വിളിച്ചതാക്കി തരണേ അള്ളാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് നബി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.